ശ്രീ അനൂപ്, ഇപ്പോൾ എന്താണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് താങ്കൾ ഒന്ന് വിശദീകരിച്ചു പറയണം. ഈ രാമപ്രതിഷ്ഠ നടക്കുന്ന ദിവസം പ്രതിപക്ഷ നേതാക്കളുടെ പര്യടനം പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അസമിലെ ശ്രീ ശ്രീ ശങ്കർ ദേവിന്റെ ജന്മസ്ഥാനം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തും. ഉദ്ധവ് താക്കറെ നാസിക്കിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. മമതാ ബാനർജി കൊൽക്കത്തയിലെ കാളിഘട്ടിൽ പ്രാർത്ഥന നടത്തും. ഈ മതസൗഹാർദ്ദ റാലിയുണ്ട്, അതിനൊപ്പം ഇതുമുണ്ട്. ഇന്ത്യ മുന്നണിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ ഡൽഹിയിൽ സ്വന്തം നിലയ്ക്ക് രാമലീല സംഘടിപ്പിക്കും. അപ്പോൾ എന്താണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം? ഈ BJPയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് സ്മൃതി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയോട് ഈ ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് നാമാവശേഷമാകുമെന്ന് ഉപദേശിച്ച ആളുകളുണ്ട്. കോൺഗ്രസ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമായിരിക്കും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില എത്ര തന്നെയായാലും ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കാണാതെ പോവുകയാണ്. BJPയും അത് രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് രാഷ്ട്രീയമായി ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നത് എന്നൊരു വാചകം മാത്രമാണ്. അതേ ദിവസം മറ്റിടങ്ങളിൽ പ്രാർത്ഥന നടത്തുകയും ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഖാർഗെയും എടുത്ത നിലപാടിന് വിരുദ്ധമായി കോൺഗ്രസിലെ തന്നെ മറ്റ് പ്രമുഖ നേതാക്കൾ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനെതിരെ ഒരു ഐക്യപ്പെട്ട ഒറ്റ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ദൗർബല്യമാണ് ശ്രീ അനൂപ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ദൗർബല്യമില്ലാത്ത ഏത് മതേതര പാർട്ടിയാണുള്ളത്? കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെടാനുണ്ടായിട്ട് കൂടി കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കുകയാണ്. ഇതിനകം നഷ്ടപ്പെട്ട കോൺഗ്രസിന് ഒരു പുതിയ നിലപാടെടുക്കാവുന്നതാണ് ശ്രീ വി ആർ അനൂപ്. കോൺഗ്രസിന് ഇപ്പോൾ ലാഭങ്ങളില്ലല്ലോ, കോൺഗ്രസ് പൂർണ്ണമായും നഷ്ടത്തിലാണല്ലോ. അപ്പോൾ വീണ്ടും അതേ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്? ആ ബോധ്യത്തിലേക്ക് ഈ ഇപ്പോൾ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും കോൺഗ്രസ് എത്തേണ്ടതല്ലേ? അതേ രൂപത്തിലല്ലല്ലോ. വളരെ കൃത്യമായി കോൺഗ്രസ് പറഞ്ഞില്ലേ, മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞില്ലേ, ഈ പറയുന്ന രാഹുൽ ഗാന്ധി എടുത്തൊരു സോറി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കരുത്. അദ്ദേഹത്തിന് സംസാരിക്കാം. ഞാനൊരു കാര്യം, ഇത് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കോൺഗ്രസിന് ചരിത്രത്തിൽ പറ്റിയിട്ടുള്ള പിഴവുകളെക്കുറിച്ച്, അത് നിർവഹിച്ച നിഷേധാത്മകമായ റോളുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതിൽ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായേക്കും. പക്ഷേ ഇപ്പോഴത്തെ വർത്തമാനകാല അവസ്ഥയിൽ കോൺഗ്രസ്സിന് സ്വീകരിക്കാവുന്ന ഒരു ധീരമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ഇത്തരമൊരു നിലപാടെടുക്കുന്നതിനകത്ത് കോൺഗ്രസ് അഭിമുഖീകരിച്ച ആന്തരികമായ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കരുത്, ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നാമാവശേഷമാകുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ നിങ്ങൾ വളരെ സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ കോൺഗ്രസ് ഇറക്കിയ പത്രപ്രസ്താവനയും CPM ഇറക്കിയ പത്രപ്രസ്താവനയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് പൊസിഷൻ സ്വീകരിക്കുന്ന CPM സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ ദുരുപയോഗം, അത് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇപ്പോൾ ഈ കേരളത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന നമുക്ക് പോലും, ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ പോലും എന്താണ് അവസ്ഥ? കേരളത്തിൽ പോലും ഇതൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിന് അതിൻ്റെ മന്ത്രിസഭയിൽ ഒരു അംഗം അതിൻ്റെ പ്രസ്ഥാനം എടുത്തുള്ള നിലപാടിനെ തിരുത്തി പറയിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണോ പാൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞ വാചകങ്ങളുടെ സമീപനങ്ങളുമായി കോൺഗ്രസിന് ഇനിയുള്ള കാലം, താങ്കൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നെഹ്റുവിന്റെ നിലപാടുമായി കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല, അതാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയൊന്നുമല്ല. കുറേ കാലത്തിന് ശേഷം കോൺഗ്രസ് എടുക്കുന്ന ഒരു ധീരമായ തീരുമാനമാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ് രാഷ്ട്രീയം. അതിൽ തർക്കമില്ല. അത് അന്ന് ആ രൂപത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തതും. പിന്നീട് വന്ന പ്രതികരണങ്ങളും പിന്നീട് നടത്തിയ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നടപടികളും ഒക്കെയാണ് ഈ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നത്. ശ്രീ അനൂപ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.